മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ഒരു ഗൂഢാലോചന നടക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ അക്ബർ, അപ്പാനി, ആര്യൻ. അവർ മൂന്നുപേരുമാണല്ലോ ഗ്യാങ്. ഇന്ന് 4ാമത്തെ ആഴ്ച തുടങ്ങിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നാണ് നോമിനേഷൻ വരുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ഇവർ മൂന്നുപേരും കൂടി നോമിനേഷനിൽ ആരെ ഇടണമെന്ന് ആലോചിക്കുകയാണ്. ആര്യനെ എന്തായാലും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യൻ പറയുന്നത് ഞാൻ എന്തായാലും അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യും, എൻ്റെ ഒരു വോട്ട് അഭിലാഷിനായിരിക്കും. ശരത്തും അത് സമ്മതിക്കുന്നുണ്ട്. ശരത്തും പറയുന്നുണ്ട് ഞാൻ ഒരു വോട്ട് അഭിലാഷിന് ചെയ്യും. കാരണം ഇങ്ങനെ സേഫായിട്ട് നിന്നിട്ട് കാര്യമില്ല. നോമിനേഷനിൽ വന്നിട്ട് ജനങ്ങൾ അഭിലാഷിനെക്കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണമെന്ന് ശരത്ത് പറയുന്നുണ്ട്. കാരണം 2 വീക്കായി അഭിലാഷ് നോമിനേഷനിൽ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ശരത്തും അഭിലാഷിനാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ ആരേക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നും അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നത് ഞാൻ നിങ്ങളോട് വോട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അഭിലാഷിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞതുള്ളൂ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. അക്ബർ പറയുന്നത് നോമിനേഷൻ പോലെയുള്ള 1-2 കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എന്നിട്ടും നമ്മളാണ് ഗ്രൂപ്പ് കളിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അഭിലാഷ്, ഒനീൽ, ഷാനവാസ് അവരാണ് നമ്മളെക്കാട്ടിലും വലിയ ഗ്രൂപ്പ്. നമ്മളെ പൊളിക്കാനാണ് അവർ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ ഗ്രൂപ്പായിട്ട് കളിക്കുന്നത് അവരാണെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. കൂടാതെ അക്ബർ ആര്യനോട് പറയുന്നുണ്ട് നീ അവനെ നോമിനേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവൻ സേഫ് ആയിരിക്കും, അവൻ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് എനിക്കും 10K ഫോളോവേഴ്സ് ഉണ്ട്, എന്നിട്ട് ഞാൻ സേഫ് ആയല്ലോ, ഫസ്റ്റ് വീക്കിൽ ഞാൻ സേഫ് ആയല്ലോ എന്ന് പറയുന്നുണ്ട്. അക്ബർ അപ്പോൾ മറുപടിയായി പറയുന്നത് അവന് 30Kയോ 300Kയോ ഫോളോവേഴ്സ് ഉണ്ട്, അവൻ ചിലപ്പോൾ അൾട്രാ സേഫ് ആയിരിക്കും, പിന്നെ നിൻ്റെ ഇഷ്ടം, നീ നോമിനേറ്റ് ചെയ്യാം, അത് നിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരത്തും ആര്യനും ഈ തവണ നോമിനേറ്റ് ചെയ്യുന്നതിൽ ഒരാൾ അഭിലാഷാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നോമിനേഷനിൽ ആരൊക്കെ വരും, ആരൊക്കെ ഈ വീക്ക് പുറത്താവും എന്നൊക്കെ കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.